ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് പനീറൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 200 ഗ്രാം പനീറാണ് ഇതേപോലെ ഒന്ന് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ച് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പം കണ്ടോ, ഇതേപോലെ എല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു നീളത്തിലും തിക്നെസ്സിലും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പനീർ മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉള്ള നാരങ്ങ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, മിക്സ് ചെയ്ത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലിരിക്കണം, ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത്. അപ്പോൾ ആ ഒരു കോട്ടിങ് നമ്മുടെ പനീറിലേക്ക് പിടിക്കത്തില്ല. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു പനീറില്ലേ, അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഈ ഒരു പനീർ ഈ ഒരു മസാലയുമായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാനൊന്ന് മസാലയായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഉള്ള കോൺഫ്ലോറാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ നമ്മളൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5-8 റസ്ക് ഒന്ന് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള റസ്കിൻ്റെ ക്രംസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ പനീർ ഒരെണ്ണം എടുത്തതിന് ശേഷം നമ്മൾ കോൺഫ്ലോർ മിക്സ് ഇല്ലേ, അതിലേക്ക് നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എടുത്ത് നമ്മളുടെ റസ്കിൻ്റെ ആ ഒരു ക്രംസിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാൻ റസ്ക് ക്രംസിലിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കും പൊതിഞ്ഞെടുക്കുമ്പോൾ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിലെല്ലാം ഞാനൊന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ വീണ്ടും ഇതൊന്ന് നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചു, എണ്ണ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുത്തിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു പനീർ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നിങ്ങ് കോരി മാറ്റാമേ. ഇപ്പം കണ്ടോ, കോരി മാറ്റുമ്പം പുറമേ നല്ല ക്രിസ്പിയും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കെച്ചപ്പിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും മയണൈസിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ കെച്ചപ്പിൻ്റെയൊക്കെ കൂടെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക്, പനീറൊന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ അവർ വേഗം കഴിച്ചോളും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.